കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത ആരോപിച്ച സിപിഎമ്മിലും ബിജെപിയിലുമാണ് ഇപ്പോൾ പൊട്ടിത്തെറിയുണ്ടായതെന്ന് പാലക്കാട്ടെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വി.കെ. ശ്രീകണ്ഠൻ എം.പി. സിപിഎമ്മും ബിജെപിയും ഉയർത്തിയ വിവാദങ്ങൾ ജനങ്ങൾ തള്ളി. യുഡിഎഫ് കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സജീവ ചർച്ചാ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കൊലാശ ദിവസമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വി.കെ. ശ്രീകണ്ഠൻ എം.പി. ചേരുകയാണ്. യുഡിഎഫിന്റെ പി സരൺ പോകുന്നത് മുതൽ സന്ദീപ് വാര്യർ വരെ ഉള്ള വിവാദങ്ങൾ, നിരവധി ജനകീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, അവസാന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെയാണ് യുഡിഎഫ് ക്യാമ്പിന്റെ ഒരു കോൺഫിഡൻസ്? ഈ അവസാന സമയത്തേക്ക് എത്തുമ്പോഴേ സന്ദീപ് വാര്യർ വിട്ടുപോയ സങ്കടത്തിൽ ബിജെപിയും തങ്ങളോടൊപ്പം വരാത്തതിലുള്ള സങ്കടം സിപിഎമ്മിനുമാണ്. ഞങ്ങൾ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. പാലക്കാട്ട് ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമായി യുഡിഎഫിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് അത് നല്ല ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും. വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ജനങ്ങളെ സ്വാധീനിക്കും? വിവിധ വിഷയങ്ങൾ വന്നുപോയി. നിങ്ങൾ കരുതുന്നത് എന്തൊക്കെ വിഷയങ്ങൾ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് യുഡിഎഫ് കരുതുന്നത്? ഈ നിങ്ങൾ ചാനലുകാരുൾപ്പെടെ, അത് മീഡിയ വണ്ണില്ല, ഒരുപാട് വിവാദങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. ആ വിവാദങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞത് ജനങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ, ബിജെപിയുടെയും സിപിഎമ്മിന്റെയും പ്രധാന നേതാക്കന്മാർ പറഞ്ഞത് 2 ദിവസത്തിനകം ബോംബ് പൊട്ടും, 2 ദിവസത്തിനകം ബോംബ് പൊട്ടുന്ന. ബോംബെന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാനും പാടില്ല, പൊട്ടിക്കാനും പാടില്ല. നിയമവിരുദ്ധമായ പ്രസ്താവനയെ നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ കണ്ണൂരിലൊക്കെ കേൾക്കുന്നത് പോലെ നിർമ്മാണ സ്ഥലത്ത് വെച്ച് തന്നെ ആ ബോംബൊക്കെ പൊട്ടി. അത് സിപിഎമ്മിലും പൊട്ടി, ബിജെപിയിലും പൊട്ടി. ഇനി അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഏതൊക്കെ ബോംബാണ് അവർ സ്വയം പൊട്ടിക്കുകയെന്ന് പറയാൻ കഴിയില്ല. ആ ദയനീയമായ അവസ്ഥയിലേക്ക് 2 മുന്നണി എത്തി. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബിജെപിയും സിപിഎമ്മും നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു. മുഖ്യമന്ത്രി വന്നപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പാണക്കാട് പോയി 2 വാക്ക് പറഞ്ഞാൽ മാത്രം സന്ദീപ് വാര്യർ മുൻ പ്രവൃത്തികൾ ഇല്ലാതാവില്ല എന്നുള്ളതാണ്. അത് ന്യൂനപക്ഷങ്ങളിൽ അത് അതൃപ്തിയുണ്ട്, അമർഷമുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇത്രയും തരംതാണ രീതിയിൽ പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രിയല്ലേ ഈ സമൂഹത്തെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നയിക്കേണ്ട ആള് അല്ലേ? അല്ലെങ്കിൽ തങ്ങളെയോ തങ്ങൾ കുടുംബത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വിമർശിക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ യോഗ്യത? നിലവാരമില്ല.